ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അത് മേജറാണ്. 22-ാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റരുത് രാജ്ഭവൻ. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൌനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത്. രാജ്ഭവനും അതാകരുത്, അദ്ദേഹത്തിന്റെ പരിപാടികളും അങ്ങനെയായി മാറരുത്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം RSSകാരനാണെങ്കിൽ RSSകാരനായി തുടരാം. രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം. പക്ഷെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താൽപര്യങ്ങളും മത താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല. ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറെയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ്. ഇപ്പൊ കൊടുത്തത് നന്നായി, പക്ഷെ വൈകിപ്പോയി. ഇന്നലെ സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ KSU അവിടെ അകത്ത് പ്രതിഷേധിക്കുന്നു. കൈകാര്യം ചെയ്യുന്നത് യുവമോർച്ച പ്രവർത്തകരാണ്. പോലീസ് നോക്കി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ തല്ലുകൊണ്ട ശേഷം അവരെ പുറത്തേക്ക് കൊണ്ടുപോകും. അതാ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഘർഷത്തിലേക്കൊന്നും കേരളത്തെ വലിച്ചെടുക്കാൻ പാടില്ല. ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികളല്ലേ. ഗവർണർക്ക് പ്രൈവറ്റ് പരിപാടികളില്ലല്ലോ, ഔദ്യോഗിക പരിപാടികളാണ്. ആ ഔദ്യോഗിക പരിപാടികളൊന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റി എപ്പോഴും സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്, കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം പൊളിറ്റിക്കൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവരുടെ അതേ നെറേറ്റീവിൽ ഗവൺമെന്റും CPM-ഉം പോരുത്. ഗവൺമെന്റിന് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് അതിന്റെ ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റി ഈ കേരളത്തിലെ മതസൌഹാർദ്ദത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ഒരു പണിക്കും കൂട്ടുനിൽക്കരുത്. ശക്തമായി നിൽക്കണം. ഗവൺമെന്റ് പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. സ്വകാര്യ പരിപാടിക്ക് ഹോൾ കൊടുത്ത ശേഷം പിന്നീട് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് സർവകലാശാല. ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കാ അറിയാത്തത്. എന്നിട്ട് പിന്നെ നാടകം കളിക്കുകയല്ലേ. പിന്നീടുള്ള നാടകങ്ങളല്ലേ അത് കൊടുത്തത് അറിയില്ല. എന്താണ് കൊടുത്തതെന്ന്. ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹോൾ കൊടുക്കാമോ? ഒരു മതപരമായ പ്രചരണം നടത്തുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു സംഘടനയിലെ കൊടുത്തത്. അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന, എന്നിട്ട് ഇതിനെ ഒരു സംഘർഷ വേദിയാക്കി മാറ്റാൻ അതെല്ലാം അവർ ശ്രമിക്കുന്നത് ഈ ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ്. ഹെയ്റ്റ് ക്യാമ്പയിനാണ് ഇത്, വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്. ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കൊടുക്കരുത്. അതിശക്തമായ പ്രതിഷേധം അറിയിക്കണം. രാജ്ഭവനും ഗവർണർ സ്ഥാനവും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഉപയോഗിച്ചതിന്റെ ശക്തമായ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണം. കേരളം ഒന്നിച്ചെന്ന് പറയുമല്ലോ. ഒരു സാംസ്കാരിക സംഘടന സെനറ്റ് ഹോള് പരിപാടി നടത്തുന്നത് അത് സ്വകാര്യ പരിപാടിയാണ്. അതിൽ ഗവർണർ അതിഥിയായി എത്തുന്നു. അതിൽ ഒരു ഭാരതാംബ ചിത്രത്തിൽ വിളക്ക് കത്തിക്കുന്നതിന് കോൺഗ്രസും പ്രതിപക്ഷവും എന്ത് തരത്തിലാണ്? അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതല്ലേ നടത്തുന്നത്. ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളല്ലേ. ഔദ്യോഗിക പരിപാടിയിൽ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണ പരമ്പര നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിൽ പ്രതിരോധ വിദഗ്ധരെ കൊണ്ടുവരാം, അല്ലെ, ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടുകളെ, വിദേശകാര്യ വിദഗ്ധരെ കൊണ്ടുവരാം. എന്നിട്ട് ഇന്ത്യ എടുത്ത സ്റ്റാൻഡോ നിലപാടിനെയോ ന്യായീകരിക്കുകയോ അതിനെ അതിശയോക്തിപരമായി പൊലിപ്പിച്ചാണെങ്കിൽ വേണം ചെയ്തോട്ടെ, അത് തെറ്റില്ല. പക്ഷേ അറിയപ്പെടുന്ന ഒരു RSS നേതാവിനെ കൊണ്ടുവന്നിട്ട് 2 മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവന്റെ ക്യാമ്പസിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താ? അത് നടക്കില്ല കേരളത്തിൽ, അത് നടക്കില്ല. നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. 11,000 എന്ന് പറയുന്നത് നിലമ്പൂരിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതല്ല. കാരണം അയാൾ പോലും 6,000 വോട്ടിനൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെയും എന്തിനാണ് ചിലർക്ക്
അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെ പറയുന്നത് ഇല്ല. ആ വിജയത്തിനെ മാറ്റിമറിക്കുന്നതല്ലേ അത്തരം പരാമർശം? അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പൊ അത് മുൻഗണനയിലൊന്നുമില്ല ആ വിഷയം. നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പൊ ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പൊ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇല്ല. എന്തായാലും ഡോർ ഈസ് ക്ലോസ്. ആ വാതിൽ അടച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പരാമർശത്തിൽ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, അതെല്ലാവരും അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ അടക്കം അദ്ദേഹമായിട്ട് ചർച്ചയാവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? ഓരോരുത്തർ വ്യക്തിപരമായി പറയുന്ന ഇത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ. ആരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ അടത്തിയിടുന്നതായിരിക്കും. ഞാൻ കണ്ടില്ല അത്. അദ്ദേഹത്തിനൊക്കെ അല്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല കൃത്യമായിട്ട് ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം. ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദം ഇപ്പോഴും തുടരുകയാണ്. മുസ്തഫ വേറെ ഈ തോറ്റയിന്റെ SYS അല്ലല്ല, ഈ തോറ്റയിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സംഘടനകൾ ഇപ്പോ പ്രവാചകന്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചായ പോലെ ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകൾ തന്നെ 2 മുജാഹിദ് 3 ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി വേറെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമാണെങ്കിൽ 6 സംഘടനകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചോദിക്കും. അവരൊക്കെ തമ്മിൽ ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അവർ വേറെ സംഘടനയായിട്ട് നിൽക്കുന്നത്. അതൊക്കെ അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയും? അല്ല, എന്റെ പരാമർശത്തെ കുറിച്ച് അവരാരും പറയില്ല. അതൊക്കെ ഓരോ വ്യക്തികളല്ലേ അതിന് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറെ ഓടിച്ചു നോക്കിയതാണ് സാധനം. ഭയങ്കരമായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതാണ്. കാരണം മെയിൻ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മോളിൽ കിടന്ന് കാണിക്കുന്നതൊന്നുമല്ല. നിങ്ങൾ ചില ചാനലുകളുണ്ട് ആ കൂട്ടത്തിൽ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ച് നിങ്ങൾ കുറെ, എല്ലാവരും അല്ല, കുറെ പണിയൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് UDF അറിയാം. എല്ലാ വീട്ടിലും ഞങ്ങളത് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന്റെ അജണ്ട UDF തീരുമാനിക്കും. UDF ആ അജണ്ട അനുസരിച്ച് UDFന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എത്തും. നിങ്ങൾ ഇന്നലത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെ കുറിച്ച് കൂടി ഇടയ്ക്ക് അന്വേഷിക്കും. ഈ KPCC യോഗം കൂടുമ്പോൾ അതിലെ വാർത്തയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഉള്ളതില്ലാത്തതൊക്കെ. അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് CPMന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കും. എന്തൊക്കെയാ അവർ ചർച്ച ചെയ്തത്? തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ എന്തോ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്.